എല്ലാ സ്ഥലത്തും നേരിട്ട് കൊണ്ടുപോയി ക്ഷണിക്കുന്നതിനും വാട്സാപ്പ് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിക്കുന്നതിനും എല്ലാവരെയും വാക്കാലും നേരിട്ടും ഒക്കെ ക്ഷണിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ചിത്ര KP കരുണാകരൻ ഫൗണ്ടേഷന്റെ ബഹുമാനിയായ 15 ഭാരവാഹികൾ. അതിൽ പ്രധാനമായിട്ടുള്ള ശ്രീ ചെയർമാൻ ശ്രീ A.S. ഇക്ബാൽ, ശ്രീ സെക്രട്ടറി ശ്രീ G. വാസുദേവൻ, ട്രഷറർ ശ്രീ ദിലീപ് തമ്പി എന്ന അടക്കമുള്ള എല്ലാവരുടെയും 15 ഭരണസമിതിയുടെയും നിർലോഭമായ സഹകരണം പ്രോത്സാഹനം കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് വിളിച്ചു കൂട്ടാൻ കഴിഞ്ഞത്. ഇതിനകത്ത് ഒരു വിഭാഗ്യതയുമില്ല. മനുഷ്യ മനസ്സിന് നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തുകൂടുമെന്ന് മാത്രം കരുതിക്കൊണ്ട് എത്രയും വേഗം പൈസ സ്വരൂപിക്കുവാനുള്ള ശ്രമം എല്ലാ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അതുപോലെ ഭരണകൂടത്തിന്റെ പ്രതിനിധി എന്നുള്ള ബഹുമാനിയ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരുന്നു. നന്ദി. ഇന്നലമില്ലാത്തൊരു വലിയ കാര്യത്തിലേക്ക് എന്ന് മറുപടി പറഞ്ഞാണ് ഞാൻ ഇപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ അടാവിടനും അതിനുശേഷം ഇതിനകത്തുള്ള പരിപാടികൾ വിളിച്ചപ്പോൾ അയാൾ ഈ ലോകം പറഞ്ഞ അന്ന് മുതൽ ഇത് വിൽക്കാൻ വേണ്ടി നടക്കുന്നു. ഇത് ആരെങ്കിലും കൊടുത്ത് എൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എന്തെല്ലാം ത്യാഗം വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതെടുക്കാൻ വിലമതിക്കാൻ ആളുകൾ തയ്യാറാകാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് സുമനസ്സുകളായ ആളുകൾ ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കാനും അത്തരത്തിലൊരു സഹായം എത്തിക്കാനും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടി നിശ്ചയിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ മുൻകൈയെടുത്തതിൽ പ്രധാനമായും KP കരുണാകരൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികളാണ്. അവരെ പ്രത്യേകമായി തന്നെ അഭിനന്ദിക്കുന്നു. വേണ്ടുന്ന പ്രോത്സാഹനം നമ്മെപ്പോലുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ഓരോ അഭിപ്രായങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഫണ്ട് സമാഹരിക്കും. ഇന്ന് ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ കടക്കിന്റെ ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെയും നമ്മുടെ സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ലതുപോലെ ബഹുമാന്യരെ, ചിതറ ഗ്രാമപഞ്ചായത്തിൽ ചിതറ സർവീസ് സഹകരണ ബാങ്കിന് സമീപം AB നിവാസിൽ ശ്രീ ബൈജുവിന്റെയും അശ്വതിയുടെയും മകൾ അമേയ 6 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന് 10,000-ൽ-അധികം പരിശോധനകൾ നടത്തുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഏറ്റവും സവിശേഷമായ പ്രത്യേക ശ്രദ്ധ വേണ്ടുന്ന ഒരു അസുഖം കണ്ടുപിടിക്കപ്പെട്ടു. സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ആ രോഗത്തിന്റെ പേര്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ആശുപത്രിയിലും കടക്കൽ കിംസാറ്റ് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയും രോഗം സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിന് ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന 6 മാസ ദൈർഘ്യം വേണ്ടിവരുന്ന വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു രോഗാവസ്ഥയിലാണ് ആ കുഞ്ഞ്. കുടുംബത്തിന് സാമ്പത്തിക പശ്ചാത്തലം അത്യാവശ്യം ഉണ്ടെങ്കിലും ഇത്രയും ഭീമമായ തുക കണ്ടെത്തി ചികിത്സ തേടുന്നതിന് വളരെയേറെ പ്രതിസന്ധി നേരിടുകയാണ്. കുറച്ച് വസ്തുവകളൊക്കെ ഉണ്ടെങ്കിലും അത് വിറ്റ് ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച വ്യക്തിയാണ് ശ്രീ ബൈജുവും അദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതി. എന്നാൽ നിർഭാഗ്യവശാൽ വസ്തുക്കളൊന്നും വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കുഞ്ഞിന്റെ രോഗാവസ്ഥ മൂർച്ഛിച്ചു വരുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അലോജനിക് പെരിഫറൽ ബ്ലഡ് സ്റ്റീം ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം 25 ലക്ഷം രൂപ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചെലവ് കുറഞ്ഞ ആശുപത്രിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി മുംബൈ ടാറ്റ ആശുപത്രിയിലും തുടർന്ന് തമിഴ്നാട് വില്ലൂർ ആശുപത്രിയുമായി ബന്ധപ്പെടുകയും ഈ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും എത്തപ്പെടാൻ കഴിയുന്നത് വില്ലൂരാണെന്നുള്ളതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കി വില്ലൂരിൽ ഒക്ടോബർ മാസം 24 മുതൽ കുഞ്ഞ് അവിടെ അഡ്മിഷനിലായിരിക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടുന്ന മാച്ചിങ് സെല്ല് കണ്ടുപിടിക്കപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയും 8,000 രൂപ മുടക്കി അതിനു വേണ്ടുന്ന രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ദിനംപ്രതി ഓരോ ചെലവുകൾ വന്നുകൂടിയിരിക്കുന്നു. ഇതിനകം തന്നെ 15 ലക്ഷം രൂപയോളം ഈ ആശുപത്രികളിലായി മൊത്തം ആയിട്ടുണ്ട്. വളരെ സങ്കടാവസ്ഥയിലായ ഈ പിഞ്ചുകുഞ്ഞിന്റെ ഈ ദയനീയമായ അവസ്ഥയ്ക്ക് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക മുൻകൈയെടുത്തുകൊണ്ട് ചിതറ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ മടത്തറ അനിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിപുലമായ ഒരു സഹായ നിധി രൂപീകരണ യോഗം കൂടുകയാണ്.